ദളിത് പെൺകുട്ടിക്കെതിരെ വർഷങ്ങളായി തുടർന്നു വന്ന ലൈംഗിക പീഡനങ്ങൾ. കേസന്വേഷണത്തിന്റെ 6ാം ദിനത്തിലാണ് പോലീസ് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുന്നത്. 31 കേസുകളിലായി 51 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ടോട്ടൽ നമുക്കൊരു 60 പ്രതികളെയാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇതുവരെ 49 പ്രതികൾ അറസ്റ്റായിട്ടുണ്ട്. മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ലേറ്റസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ആയിട്ടുള്ള കേസിൽ പ്രതി ചെന്നൈയിലായിരുന്നു. അയാളെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കല്ലമ്പലത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത കേസിലെ പ്രതിയെയും അവിടെ അറസ്റ്റ് ആയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നാണ് പ്രതികളിൽ ഒരാളെ മലയാളപ്പുഴ പോലീസ് പിടികൂടിയത്. രാത്രിയോടെ പത്തനംതിട്ടയിലെത്തിക്കും. കല്ലമ്പലം പോലീസിന് കൈമാറിയ കേസിലെ പ്രതിയും പിടിയിലായി. പെൺകുട്ടി ബന്ധുവീട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ നേരത്തെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് കൂട്ടിക്കൊണ്ടുപോവുകയും സ്വന്തം വീട്ടിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ഇതിനിടെ പ്രതികളിൽ മറ്റൊരാൾ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങി. മാതാപിതാക്കൾക്കൊപ്പമാണ് ഇയാൾ വന്നത്. പ്രതികളിൽ 5 പേർക്ക് പ്രായം 18 വയസ്സിന് താഴെയാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരൊഴികെയുള്ളവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചേർത്തു. നാട്ടുകാർ, സഹപാഠികൾ, സീനിയർ വിദ്യാർത്ഥികൾ, ഒപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ടവരും. പ്രതിപട്ടികയിലെ അധികം പേരും ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 2 പ്രതികൾ വിദേശത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ 2 പ്രതികൾക്ക് LOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ലുക്കൌട്ട് ചെയ്യാനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. 2 കേസുകളിൽ ഒരേ പ്രതികളായിട്ടുള്ളവരുമുണ്ട്. പിന്നിട്ട കാലയളവിനിടെ പെൺകുട്ടി 5 തവണയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. അവസാനത്തെ 4 സംഭവങ്ങളും 1 വർഷത്തിനിടെ. റാന്നി മന്ദിരപ്പടി സ്വദേശി ദീപുവാണ് 2 സംഭവങ്ങളുടെ ആസൂത്രകൻ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടി. 2 സുഹൃത്തുക്കളോടൊപ്പം വന്ന ദീപു പെൺകുട്ടിയെ ഇവർക്കൊപ്പം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. ശേഷം മന്ദിരപ്പടിയിലെ റബ്ബർ തോട്ടത്തിലെത്തിച്ച് പീഡിപ്പിച്ചു. പിന്നീട് ഓട്ടോറിക്ഷയിലെത്തിയ 2 പേർക്ക് കൈമാറി. ഇവരും അവിടെ വെച്ച് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. ജൂലൈയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് മറ്റൊരു സംഭവം. 4 പേർ ചേർന്നാണ് പീഡിപ്പിച്ചത്. ഒടുവിലത്തെ സംഭവം പ്രക്കാനം തൊട്ടുപുറത്തും. കാറിൽ വെച്ച് പീഡിപ്പിച്ച 2 പേർ പിന്നീട് വീടിന് സമീപം ഇറക്കി വിടുകയാണുണ്ടായത്. 13ാം വയസ്സിൽ ആൺസുഹൃത്ത് സുബിൻ സ്വന്തം നഗ്നചിത്രങ്ങൾ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തു. കുറ്റകൃത്യങ്ങളുടെ തുടക്കം അവിടെയാണ്. 2 വർഷം മുൻപ് പകൽ നേരത്ത് റബ്ബർ തോട്ടത്തിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു. ദൃശ്യങ്ങൾ പകർത്തി. പിന്നീടത് സുഹൃത്തുക്കൾക്ക് കൈമാറി. ദൃശ്യങ്ങൾ കിട്ടിയവർ കുട്ടിയുമായി സൗഹൃദം നടിച്ച് അവരെ പീഡിപ്പിക്കുകയാണുണ്ടായത്. ക്ലാസ് മുറിയിൽ നടത്തിയ കൗൺസിലിംഗിനെ തുടർന്നാണ് പെൺകുട്ടി പൊള്ളുന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. പേര്, മൊബൈൽ നമ്പർ, ഇൻസ്റ്റഗ്രാം ID, അതല്ലെങ്കിൽ സംഭവസ്ഥലം. പ്രതികളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മൊഴിയിൽ തന്നെ പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നു. കേസന്വേഷണം പ്രാഥമിക ദിശയിൽ തന്നെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സഹായകമായത് ഈ വസ്തുതകളാണ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.